നാട്ടുകാരനായ തോബിയാസ് കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. തോബിയാസ്, ഉഷ അനുഭവിക്കേണ്ടി വന്ന വേദനയുടെ വിവരങ്ങൾ ഇപ്പോഴാണ് സമൂഹം അറിയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായത് എന്നുള്ളതാണ് അങ്ങ് വിചാരിക്കുന്നത്? മാത്രമല്ല, ഇത്രയും വർഷം അത് ആർക്കും കണ്ടെത്താനും കഴിഞ്ഞില്ല. ശരിയാണ്. ഞാൻ പുന്നപ്ര തെക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. എന്നോട് എന്റെ പഞ്ചായത്ത് അംഗമാണ് ഈ വിവരം വിളിച്ചു പറയുന്നത്. വൈസ് പ്രസിഡന്റ് അവിടെ വരെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ വേദനാജനകമായ അനുഭവമാണ് ആ സ്ത്രീ എന്നോട് പങ്കുവെച്ചത്. ഉഷ ജോസഫ് എന്ന് പറയുന്ന തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. കഴിഞ്ഞ 2021 മെയ് മാസത്തിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഈ ഓപ്പറേഷൻ നടക്കുന്നത്. അന്നുണ്ടായിരുന്ന ഡോക്ടർ യൂട്രസിൽ നിന്ന് ഒരു മുഴ റിമൂവ് ചെയ്യാനാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. പക്ഷെ നിർഭാഗ്യവശാൽ ആ ഓപ്പറേഷൻ നടത്തിയ ഡോക്ടർക്ക് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ കത്രിക ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന കാര്യം. ഇപ്പോൾ 5 വർഷക്കാലം പിന്നിടുമ്പോൾ അവർ തൊഴിലുറപ്പ് മേഖലയിൽ പോലും പണിയെടുക്കാൻ പറ്റാത്ത അസഹനീയമായ വേദന അനുഭവിക്കുന്നു. അങ്ങനെയാണ് ഇന്നലെയാണ് ഡോക്ടർ നാസർ പറയുന്ന ഒരു എക്സ്റേ എടുക്കണം, ഒരു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ചെന്നെടുത്തപ്പോൾ ഭയങ്കരമായി പേടിപ്പെടുത്തുന്ന, ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് ഈ സംഭവം പുറം ലോകം ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കുറ്റകരമായ അനാസ്ഥയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുറ്റകരമായ അനാസ്ഥയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്കെതിരായി ശക്തമായ നിലപാടുകൾ കൈക്കൊള്ളണം. അവർക്ക് ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ള അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള, അവർക്ക് തൊഴിൽ നഷ്ടം ഉണ്ടായിട്ടുള്ള ആ മേഖലകളിൽ അവർക്ക് ശക്തമായിട്ടുള്ള ഇടപെടുത്തി ഈ കുറ്റക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി ഒന്നടങ്കം നാളെ മുതൽ ഇതിൽ ശക്തമായ സമരപരിപാടിയായിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് മുന്നിലേക്ക് ഞങ്ങൾ സമരപരിപാടിയായിട്ട് പോകും എന്നറിയിക്കുവാൻ. ഇത് നാളെ ഇവിടെയുള്ള ഈ സമൂഹത്തിലുള്ള ഒരു പൗരനും ഇത്തരം അനുഭവം ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടാകാൻ പാടില്ല. ഇത്രയേറെ മാറിയ ഒരു ആരോഗ്യ മേഖല ഈ കേരളത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ല. ഇത് ദുരനുഭവങ്ങൾ, ഇത് കുറ്റകരമായ അനാസ്ഥയാണ്. ഈ അനാസ്ഥക്കെതിരെ പ്രതികരിക്കുവാൻ ജനങ്ങൾ ഒന്നിച്ചു അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ സമരരംഗത്തേക്ക് തന്നെ കടക്കും. ഒരു സംശയമില്ല. ആരോഗ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുമോ? തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രിക്ക് പരാതി ഫാക്സ് അയക്കാൻ നാളെ രാവിലെ തന്നെ ആരോഗ്യമന്ത്രിയെ കണ്ട് പരാതി സമർപ്പിക്കും. ഇന്ന് രാത്രി തന്നെ പുന്നപ്ര പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ പരാതി കൊടുക്കും. ആലപ്പുഴ കളക്ടറെ കണ്ട് നാളെ രാവിലെ തന്നെ പരാതി കൊടുക്കും. ഒരു സംശയം വേണ്ട. തോബിയാസ്, ഇപ്പം ഞാൻ ഈ വാർത്ത വന്നപ്പോൾ ആദ്യം ആലോചിച്ചത് ഹർഷനയുടെ മുഖമാണ്. അവർ ഈ വേദന കൊണ്ട് ഇത്രയും കാലവും ആശുപത്രികൾ മുഴുവനും കയറി ഇറങ്ങുകയാണ്. ആശുപത്രികൾ തമ്മിൽ തർക്കമായിരുന്നു. ഇവിടെ നിന്നല്ല പ്രശ്നമുണ്ടായത് അവിടെ നിന്നാണ്, അവിടെ നിന്നല്ല പ്രശ്നമുണ്ടായത് ഇവിടെ നിന്നാണ് എന്ന നിലയ്ക്ക്. പക്ഷെ അടിസ്ഥാനപരമായി തുടർന്നത് വേദനയും അവഗണനയും മാത്രമാണ്. അത് മറ്റൊരാൾക്കും ഇനിയും ഒരിക്കലും അഭിമുഖീകരിക്കേണ്ടി വരരുത്. ഇപ്പോഴും ഈ വീടിന് മുൻവശം 100 കണക്കിന് നാട്ടുകാരടക്കം ഇവിടെയുണ്ട്, ചാനലുകാരുണ്ട്, 100 കണക്കിന് ആൾക്കാരുണ്ട്. ഇവിടെ 10-12 ചാനലുകൾ അടക്കമുണ്ട്. പക്ഷേ ഇവിടെ ആ ഡോക്ടർ ഈ സംഭവം കണ്ടെത്തിയതിനു ശേഷം ആ ഡോക്ടർ അവരുടെ ബന്ധുക്കളെ വിളിച്ച് പറഞ്ഞത് ഇത് നിസ്സാര കാര്യമുള്ളൂ, നമുക്കിത് ഒതുക്കി തീർക്കാം, ഇത് വലിയ പുറലോകം അറിയണ്ട, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒതുക്കി തീർക്കാമെന്നാണ് പറഞ്ഞത്. ഇത് കുറ്റകരമായ അനാസ്ഥയാണ്. ഈ അനാസ്ഥ കാണിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം. ആ കുടുംബത്തിനുണ്ടായ നഷ്ടത്തിനെതിരെ ഗവൺമെന്റ് തക്കതായ നഷ്ടപരിഹാരം കൊടുക്കണം എന്നാണ് പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി ഇതിലൂടെ ആവശ്യപ്പെടുന്നത്. ഏത് ഡോക്ടറാണ് അങ്ങനെ പറഞ്ഞത്? ഒതുക്കി തീർക്കാമെന്ന് പറഞ്ഞ ഡോക്ടർ ആരാണ്? നാസർ എന്ന് പറയുന്ന ഡോക്ടറാണ്. കഴിഞ്ഞ ദിവസം അവർ വീട്ടിൽ ചെന്ന് കൺസൾട്ട് ചെയ്തപ്പോൾ നാസർ എന്ന ഡോക്ടർ പറഞ്ഞു ഇത് കുഴപ്പമില്ല, നമുക്ക് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകണം, ഇത് ഒതുക്കി തീർക്കാമെന്ന് പറഞ്ഞു. ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ തന്നെയാണ്? അല്ലല്ല, ശസ്ത്രക്രിയ നടത്തിയത് ലളിതാംബി എന്ന് പറയുന്ന ഗൈനക്കോളജി ഡോക്ടറാണ്. അത് 2021 ഇവർ ഈ കഴിഞ്ഞ ദിവസമാണ് നാസർ ഡോക്ടറെ കണ്ടത്. നാസർ ഡോക്ടറെ ഈ റിസൾട്ട് വായി ചെന്നപ്പോഴാണ് നാസർ ഡോക്ടർ ഇക്കാര്യം പറയുന്നത്, നമുക്കിത് വലിയ വർഷങ്ങളിലേക്ക് പോകാൻ നമുക്ക് ഒതുക്കി തീർക്കാം. അതായത് ഒരു വലിയ വീഴ്ചയുണ്ടായപ്പോ അതിനെ സംഘടിതമായി ഒളിച്ചു വെക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. യെസ്, അതാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കുകയുണ്ടായോ? പെട്ടെന്ന് ശസ്ത്രക്രിയ നടത്തി വരൂ, നമുക്ക് പരിഹാരം കാണാവുന്നതാണ്. പക്ഷെ മെഡിക്കൽ കോളേജിലേക്ക് പോകുവാൻ അവർ തയ്യാറാകുന്നില്ല. അവർക്ക് ഭയമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പറയുന്നത്. സ്വാഭാവികമായും അവർക്ക് എവിടെയാണ് ചികിത്സ വേണ്ടത് എന്ന് അവർ വിചാരിക്കുന്നുവോ അവിടെ തന്നെ തുടർ ചികിത്സ നൽകുക എന്ന് പറയുന്നത് സംവിധാനത്തിന്റെ ഉത്തരവാദിത്തമാണ്. വളരെയധികം നന്ദി തോബിയാസ് ഞങ്ങളോട് സംസാരിച്ചതിന്. ഗുരുതരമായ പ്രശ്നമാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. പുന്നപ്ര സ്വദേശിയായ ഉഷ എന്ന സ്ത്രീക്കാണ് ഗുരുതരമായ വിലോപത്തിലൂടെ ഈ പ്രശ്നം നേരിടേണ്ടി വന്നിരിക്കുന്നത്. 5 വർഷം മുമ്പ് 2021 വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് വയറ്റിലുണ്ടായ ഒരു മുഴ നീക്കം ചെയ്യുന്നതിനുള്ള ഓപ്പറേഷന് വിധേയമായ സ്ത്രീയുടെ വയറ്റിലാണ് ഒരു കത്രിക ഇപ്പോഴും നിൽക്കുന്നത്.